നമസ്കാരം. ലക്ഷ്യം കാണാതെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് ഇത് 9ാമത്തെ പരീക്ഷണ വിക്ഷേപണമായിരുന്നു. സ്റ്റാർഷിപ്പിന്റെ പേലോഡ് വാതിൽ തുറക്കാത്തതിനാൽ ഡെമ്മി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായില്ല. എന്നാൽ വിക്ഷേപണം നടത്താൻ കഴിയാത്തത് തിരിച്ചടി അല്ലെന്നാണ് സ്പേസ് എക്സിന്റെ പ്രതികരണം. റോക്കറ്റ് അല്പസമയത്തിനുള്ളിൽ കടലിൽ പതിച്ചേക്കും. മെയ് 28 പുലർച്ചെ ഇന്ത്യൻ സമയം രാവിലെ 5 മണിക്ക് സൗത്ത് ടെക്സസിലെ ബോക്കാ ചിക്കയിലുള്ള സ്റ്റാർ ബേസിൽ നിന്നാണ് സ്റ്റാർഷിപ്പ് കുതിച്ചുയർന്നത്. സ്റ്റാർഷിപ്പിന്റെ 7-8 വിക്ഷേപണ പരീക്ഷണങ്ങൾ പരാജയമായിരുന്നു. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തേത് അഭിമാന ദൗത്യമായിരുന്നു. 2025 ജനുവരിയിലാണ് 7ാം സ്റ്റാർഷിപ്പ് വിക്ഷേപണ പരീക്ഷണം നടന്നത്. മാർച്ച് 6-ലെ 8ാം പരീക്ഷണവും സ്പേസ് എക്സിന് വിജയിപ്പിക്കാനായില്ല. മാർച്ച് 6-ന് നടന്ന 8ാം പരീക്ഷണത്തിൽ സ്റ്റാർഷിപ്പ് അഗ്നിഗോളമായതോടെ സമീപത്തെ 4 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. 240 വിമാന സർവീസുകൾ തടസ്സപ്പെട്ടപ്പോൾ 2 ഡസനിലധികം വിമാനങ്ങൾ വഴിതിരിച്ചു വിടേണ്ടിയും വന്നു. സ്റ്റാർഷിപ്പിന്റെ അവശിഷ്ടങ്ങൾ ബഹാമാസ്, ടർക്സ്, കൈക്കോസ് ദ്വീപുകൾക്ക് മുകളിൽ കണ്ടെത്തിയത് വലിയ ഭീതി പരത്തുകയും ചെയ്തു. ഈ സങ്കീർണതകൾ ഒഴിവാക്കാൻ ഇത്തവണ വ്യോമഗതാഗതം കുറവുള്ള സമയത്താണ് സ്റ്റാർഷിപ്പ് 9ാം ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തിയത്. സ്റ്റാർഷിപ്പ് ഫ്ലൈറ്റ് 8-ന് 885 നോട്ടിക്കൽ മൈലായിരുന്നു എയർക്രാഫ്റ്റ് ഹസാർഡ് സോൺ. ഇത്തവണത്തെ പരീക്ഷണ വിക്ഷേപണത്തിന് 1600 നോട്ടിക്കൽ മൈലാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു.